എഫേർട്ട് ഇടാത്ത, പഠിക്കാത്തത് ഞാൻ പറയില്ല, പഠിക്കാൻ ശ്രമിക്കാത്ത ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചു. ഒരു വീക്ക് കുട്ടിയാന്ന് വിചാരിച്ചു. ഒരു നിലക്കും ഞാൻ പഠിക്കാൻ ശ്രമിക്കണില്ല. അങ്ങനെ എന്നെ എൻ്റെ ടീച്ചർ എന്ത് ചെയ്തു വെച്ചാൽ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻസ്പിറേഷൻ തോന്നുന്ന തരത്തിലുള്ള കുറച്ച് കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ ക്ലാസ് റൂമിൽ എന്നെ കൊണ്ട് ഇരുത്തി. ശരിക്കും സംഭവിച്ച ആ കുട്ടികളോട് കിടക്കാവില്ല, പക്ഷേ നമ്മൾ അത് വിടാം. എന്നെ ആ കുട്ടികളെ കൊടുത്ത് കൊണ്ടിരുത്തി. അപ്പോൾ പഠിക്കാത്ത ഞാൻ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയായിട്ട് മാറാൻ പോവുകയാണ്. ദ പ്രോസസ് ഓഫ് പഠിക്കാത്ത കുട്ടി കൺവേർട്ടിങ് ഇൻ ടു എ പഠിക്കുന്ന കുട്ടി ഇസ് നോൺ ആസ് പഠിപ്പിഫിക്കേഷൻ, മാഗ്നറ്റൈസേഷൻ. കമ്പയർ ചെയ്താണ് പഠിപ്പിഫിക്കേഷൻ. മാഗ്നറ്റ് അല്ലാത്ത ഒരാളെ മാഗ്നറ്റാക്കി മാറ്റാം മാഗ്നറ്റൈസേഷൻ. പഠിക്കാത്ത ഒരാളെ പഠിക്കുന്ന ഒരാളാക്കി മാറ്റാം പഠിപ്പിഫിക്കേഷൻ. അതിന് എന്നെ കുറച്ച് കുട്ടികളെ കൂടെ കൊണ്ടിരുത്തി. അങ്ങനെ അവിടുന്ന് കുറേ ദിവസം കഴിഞ്ഞു. ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഇൻഡ്യൂസ് മാഗ്നറ്റിസം ഇൻ ദിസ് മെറ്റീരിയൽ. അതേപോലെ പഠിക്കാത്ത കുട്ടികൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നതാണ്. ആദ്യം ഞാൻ എന്താണ് ഇങ്ങനെ ഇരുന്ന് വായിക്കലിടാന്ന് പറയും. അപ്പോൾ ആ കുട്ടികൾ പറയും, വേണമെങ്കിൽ ഇരുന്ന് പഠിക്കൂ, നിങ്ങൾക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ആ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാം. എന്നിട്ട് എന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പോകാം, പഠിപ്പിഫിക്കേഷൻ ചെയ്യാൻ പോകാം. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ കുറേ പല ആളുകൾ എന്നെ ഇങ്ങനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്വയം ആ ഇൻഫ്ലുവൻസിനൊക്കെ എനർജി അബ്സോർബ് ചെയ്ത് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം എത്രത്തോളം എനിക്ക് പഠിക്കുന്ന കുട്ടിയായിട്ട് മാറി പെർ യൂണിറ്റ് വോളിയം, എത്രത്തോളം ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായി, എത്രത്തോളം എന്നിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്തു പെർ യൂണിറ്റ് വോളിയം, അതേപോലെ എത്രത്തോളം ഞാൻ പഠിക്കുന്ന കുട്ടിയായിട്ട് മാറി എന്ന സ്ട്രെങ്ത്, ആ എനിക്ക് മാറിയ മാറ്റമില്ലേ, എൻ്റെ പ്രോപ്പർട്ടിയാണെന്ത്, എൻ്റെ കഴിവാണെന്ത്, എൻ്റെ കഴിവ്, എൻ്റെ മാറ്റമാണെന്ത്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രത എന്നാണ് മലയാളം. ശക്തി. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശക്തി, സ്ട്രെങ്ത് എന്നൊക്കെ പറയാം. അപ്പം ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഇന്റൻസിറ്റി, ഇന്റൻസിറ്റി ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ഇന്റൻസിറ്റി, ഇന്റൻസിറ്റി ഓഫ് എന്തോ സാധനം എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന്റെ ഇന്റൻസിറ്റി. അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനു നമുക്ക് ഇന്റൻസിറ്റി പറയാം? അത്ര ഇന്റൻസീവ് ആയിട്ടാണ് ഞാൻ ആ കുട്ടിയെ അത്ര ഇന്റൻസീവ് ആയിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ. അപ്പൊ ആ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മനസ്സിലായി. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റായിട്ട് മാറുന്ന പ്രോസസ്സാണ്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റായിട്ട് മാറാനുള്ള ശക്തിയോ കഴിവോ കപ്പാസിറ്റിയോ എന്താണ് പറയാം. അപ്പോ എനിക്ക് സ്വയം പഠിക്കുന്ന കുട്ടിയായിട്ട് മാറാനുള്ള എന്റെ കഴിവാണ് ഇന്റൻസിറ്റി ഓഫ് പഠിപ്പിഫിക്കേഷൻ. അതിന്റെ കഴിവാ. എന്നിലുണ്ടായ മാറ്റം പെർ യൂണിറ്റ് വോളിയം, ആ മെറ്റീരിയൽ ഉണ്ടായ മാറ്റം എന്താ, അതിന്റെ ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് പെർ യൂണിറ്റ് വോളിയം, അതിനുള്ള കഴിവാണ് ആ മെറ്റീരിയലിന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇന്റൻസിറ്റി ഓഫ് പഠിപ്പിഫിക്കേഷൻ. അത് എന്റെ പ്രോപ്പർട്ടിയാണ്, എനിക്കുണ്ടായ പ്രോപ്പർട്ടിയാണ്. പക്ഷെ അത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ആയില്ലല്ലോ. എങ്ങനെയാ ഞാൻ അങ്ങനെ ആയത്? എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ ആയത്. എക്സ്റ്റേണൽ കുട്ടികളെ എടുത്തിന്റെ കൊണ്ട് ഇരുത്തിയോണ്ടാണ് അങ്ങനെ ആയത്. അപ്പോ ആ കുട്ടികൾക്ക് ഒരു കഴിവ് വേണം, ആ ഗ്രൂപ്പിന് ഒരു കഴിവ് വേണം, ഈ ഫീൽഡിന് ഒരു കഴിവ് വേണം. എന്ത്? എന്നിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, എന്നിൽ ഇൻഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അവർ എത്രത്തോളം എന്നെ ഇൻഡ്യൂസ് ചെയ്യുന്നു വെച്ചാൽ, ആ കൂട്ടം കുട്ടികൾ എത്രത്തോളം നന്നായിട്ട് എന്റെ മുന്നിൽ നിന്നും പഠിക്കുന്നുണ്ടോ, അതാണ് അവർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഫാക്ടർ, അല്ലെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അവർ എത്രത്തോളം നന്നായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ, അതാണ് അവരുടെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇതിന്റെ മുന്നിൽ നിന്ന് ഫുൾ ടൈം പഠിക്കുമ്പോൾ അവരുടെ കപ്പാസിറ്റിയാണത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫീൽഡിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ആ എക്സ്റ്റേണൽ ഫീൽഡിന് നന്നായിട്ട് ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റാക്കി മാറ്റാൻ, മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റൈസേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഫീൽഡ് സ്ട്രെങ്ത് പെർ യൂണിറ്റ് വോൾട്ട്, ഫീൽഡ് സ്ട്രെങ്ത് പെർ പെർമിയബിലിറ്റി, അതാണ് അതിന്റെ എച്ച് എന്ന് പറയുന്നത്. ഇനി എച്ച് നിങ്ങളൊരു കൺഫ്യൂഷൻ പറഞ്ഞിട്ട് നമുക്കത് NCERT തുറന്നു വെച്ചിട്ട് നമുക്കത് പരിശോധിക്കാം. എവിടെയാണ് എന്താണ് ഇക്വേഷൻ ഡിഫറൻസ് നിങ്ങൾ പറഞ്ഞ എക്സാക്ട്ലി എനിക്ക് മനസ്സിലായില്ല. ഈ എച്ച് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി എയർ ആണെങ്കിൽ B0